Glory, glory, Man United. Glory, glory, Man United. Glory, glory, Man United. As the Reds go marching on. Oof, what a game, what a game. അങ്ങനെ നീണ്ട 10 വർഷത്തിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അതാ ലിവർപൂളിൽ അവരുടെ തട്ടകത്ത് ആൻഫീൽഡിൽ പോയിട്ട് ആ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയം നമ്മൾ ഒരു 2-2 ഡ്രോ പിടിച്ച ഒരവസ്ഥ ഉണ്ടായിരുന്നു, അതും ആൻഫീൽഡിൽ വെച്ചിട്ട്. അന്ന് ലാസ്റ്റ് മിനിറ്റിൽ, എനിക്കൊന്ന് 96th മിനിറ്റിലെങ്ങാണ്ട് ഹാരി മഗ്വയറിന് കിട്ടിയിട്ടുള്ള ഒരു ചാൻസ് അടിച്ച് പോസ്റ്റിൻ്റെ മുകളിലൂടെ കളഞ്ഞു. ആ ഹാരി മഗ്വയർ ഇന്ന് റിഡംഷൻ, ദിസ് ഇസ് ഹിസ് റിഡംഷൻ. ഇന്ന് എന്താ പറയുക, ഒരു കാവ്യനീതി എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ തന്നെ ഹാരി മഗ്വയർ ആ ഹെഡർ ഗോളിലൂടെ ആ റിഡംഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ വാട്ട് ഐ വുഡ് സേ റൈറ്റ് നൗ അറ്റ് ദിസ് മൂമെൻറ്റ് ഓഫ് ടൈം ഇസ് the apologies should be louder than the disrespect. അത് തന്നെയാണ് പറയാനായിട്ടുള്ളത്. അപ്പോളജീസ് ഷുഡ് ബി ലൗഡർ ദാൻ ദ ഡിസ്റെസ്പെക്ട്. കാരണം ഹാരി മഗ്വയറിനെ പോലെ ഇത്രയും ആൾക്കാർ കളിയാക്കിയിട്ടുള്ളൊരു പ്ലെയർ ഈ അടുത്ത കാലത്ത് എന്തായാലും ഒരു ഫുട്ബോൾ ടീമിലുണ്ടായിരിക്കത്തില്ല. കാരണം അത്രയ്ക്ക് മാത്രം ഒരു മീം ഫിഗറായി മാറി. പിന്നെ സ്വന്തം ഫാൻസിൻ്റെ ഇടയ്ക്ക് ഇത്രയധികം കളിയാക്കൽ ഏറ്റെടുത്തു. ക്ലബ്ബ് ക്യാപ്റ്റൻസി വരെ സ്ട്രിപ്പ് ചെയ്തു. പിന്നെ ഏതോ ആഫ്രിക്കൻ പാർലമെൻറ്റിൽ, ഏതോ ആഫ്രിക്കൻ കൺട്രിയുടെ പാർലമെൻറ്റിൽ വരെ അവർ ഹാരി മഗ്വയറിനെ കോട്ട് ചെയ്തിട്ടാണ് കളിയാക്കിക്കൊണ്ടിരുന്നത്. സോ അങ്ങനത്തെ ഉള്ളൊരു അവസ്ഥയിൽ നിന്നും ഹാരി മഗ്വയർ ഇന്നത്തെ ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ കഠിനാധ്വാനം, പിന്നെ എന്താ പറയുക, ആ ഒരു കോൺഫിഡൻസ്, ആ എന്ത് ഇഷ്യൂ വന്നിരുന്നാലും അത് ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് എല്ലാം കൊണ്ടാണ് ഈ ഒരു പ്ലെയറിൻ്റെ ഉയർത്തണീപ്പ് നമ്മൾ കാണേണ്ടത്. സോ ഹാരി മഗ്വയർ, ഹാറ്റ്സ് ഓഫ് ടു യു. ഐ വാസ് നോട്ട് ഫെമിലിയർ വിത്ത് യുവർ ഗെയിം എന്നേ പറയാനായിട്ടുള്ളൂ. സോ ഗെയിമിലേക്ക് വരാം. സെക്കൻഡ് മിനിറ്റിൽ തന്നെ നമുക്ക് കിട്ടിയ അവസരത്തിൽ നിന്നും എംബൂമോ ആൻഡ് അമാദ് ദിയാലോ ഇവർ രണ്ടുപേരും നേടിയെടുത്ത ആ അവസരത്തിലൂടെ എംബൂമോ ഗോൾ അടിക്കുന്നു. ഞാൻ നമ്മുടെ പ്രിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് ആ ഒരു ഏർലി ഗോൾ, ഫസ്റ്റ് ഗോളിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയുണ്ടായി. അതേ സെയിം കാര്യം തന്നെ ഇവിടെ സംഭവിച്ചു. നമ്മൾ ആ ഗോൾ അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ ഒരു അഡ്വാൻറ്റേജ് കീപ്പ് ചെയ്ത് ലാസ്റ്റ് വരെ കൊണ്ടുപോയി. ആൻഡ് ഫസ്റ്റ് ഹാഫിൽ തന്നെ ബ്രൂണോയുടെ ആ ഒരു ചാൻസും കൂടെ ക്ലിയർ ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഇത്രയധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു. പക്ഷേ ബട്ട് ദെൻ അവർ തിരിച്ചടിച്ചു. 70th മിനിറ്റിൽ അവർ തിരിച്ചടിച്ചു. അപ്പം അത് കഴിഞ്ഞിരുന്നപ്പോൾ നമുക്ക് ഫാൻസിന് തോന്നിയിട്ടുണ്ടായിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ഇപ്പോൾ ലിവർപൂളിൻ്റെ ഇതാണ്. കാരണം ഉറപ്പായിട്ട് ലിവർപൂളിൻ്റെ അവരുടെ ഈ സീസണിലെ ഗെയിമുകൾ കണ്ടു കഴിഞ്ഞിരുന്നാൽ നമുക്കറിയാം, അവരെല്ലാ കളികളിലും ലാസ്റ്റ് പോയിട്ട് ഗോളടിച്ച് ജയിക്കുന്ന ഒരു ടീമാണ്. അപ്പം ഇവിടെയും അത് തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചു. ബട്ട് ഹാരി മഗ്വയർ ഹാഡ് അതർ പ്ലാൻസ്. അത് ടീമിനെ വിജയിപ്പിക്കുക, ആൻഫീൽഡിൽ വിജയിപ്പിക്കുക എന്നുള്ള ഒരു നിമിത്തം ഹാരി മഗ്വയറിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം മിസ്സാക്കിയ ആ ചാൻസ് ഇന്ന് ഈ ഒരു സമയത്ത് ഇവിടെ അത് കംപ്ലീറ്റ് ചെയ്തു, ഗോളാക്കി. ആ ബ്രൂണോയുടെ ആ പാസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് വണ്ടർഫുൾ, വേൾഡ് ക്ലാസ് പാസ് എന്നേ പറയാനായിട്ടുള്ളൂ. സോ ടീമിൽ നമ്മൾ ടോട്ടൽ ഗെയിം നോക്കിക്കഴിഞ്ഞിരുന്നാൽ ഓക്കെ, സോ ഇവിടെ പരീക്ഷിച്ച ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിൽ നിന്ന് ഗെയിം സ്റ്റാർട്ട് ചെയ്തില്ല. നമ്മളെല്ലാം, അതായത് ഗോൾ കീപ്പർ എല്ലാം ലോങ് പാസ് തന്നെയായിരുന്നു. നമ്മൾ കിക്ക് എടുക്കുന്ന എല്ലാം ലോങ് പാസ് ആയിരുന്നു. ആൻഡ് ദ ബെസ്റ്റ് തിങ് വാസ്, നമ്മൾ ഫസ്റ്റ് ലോങ് പാസിൽ ഹെഡർ എല്ലാവരും വിൻ ചെയ്തു. ബട്ട് ദ സെക്കൻഡ് ബോൾസ് മൊത്തം ഒരു 100% നമ്മൾ തന്നെയാണ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെയാണ് വിൻ ചെയ്തത്. അതുതന്നെ ഈ ഒരു ഗെയിമിൻ്റെ അകത്ത് ഭയങ്കര എടുത്ത് പറയേണ്ട ഒരു കാര്യമായിരുന്നു. വി വൺ മോസ്റ്റ് ഓഫ് ആ സെക്കൻഡ് ബോൾസ്. അത് അമറിമിൻ്റെ ഒരു ടാക്ടിക്ക് തന്നെയായിരുന്നു. അത് നല്ല രീതിയിൽ നമ്മളത് ടീം അത് ചെയ്യുകയും ചെയ്തു. ലൈക്ക് എല്ലാവരും നല്ല ഒത്തിണക്കത്തോടെ കളിക്കുകയും ചെയ്തു. വി ഫോട്ട് ഫോർ ഓൾ ആ സെക്കൻഡ് ചാൻസസ്. നമ്മളത് വിൻ ചെയ്തിട്ട് അത് നമ്മുടെ കളിയിൽ മൊത്തത്തിൽ അത് പ്രതിഫലിക്കുകയും ചെയ്തു. സോ ഐ വുഡ് സേ
ഇത് അമറിമിൻ്റെ വിജയമാണ്. നമ്മൾ തോൽക്കുമ്പോൾ അമറിമിനെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ ജയിക്കുമ്പോൾ അമറിമിനെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. സോ ടുഡേ വാസ് ദാറ്റ് ഗെയിം. അമറിമിൻ്റെ ഗെയിമിൻ്റെ വിജയം തന്നെയാണ് ഇന്ന് നമ്മൾ കണ്ടത്. സോ ഗ്രേറ്റ് ഗെയിം. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചിരുന്നാൽ നമ്മുടെ ഫോർവേഡ് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, മത്തിയസ് കുന്യ, എംബൂമോ, ഇവർ തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ട്, ലൈക്ക് ടോപ്പിൽ ഫ്രണ്ടിൽ കളിക്കുമ്പോൾ ഉള്ളത്. സോ വി ആർ ആക്ച്വലി എന്താ പറയുക, നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് ടീമിനെ നമ്മൾ ഈ പ്രാവശ്യം സല്യൂട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ബിക്കോസ് ദേ ഗോട്ട് ഇറ്റ് റൈറ്റ്. നമ്മൾ ഇപ്പോൾ പലപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നുള്ള ലീഗിൽ നിന്നുള്ള പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന് അവരിവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു സിറ്റുവേഷനും പേസ് ഓഫ് ആൻഡ് എന്താ പറയുക, പേസ് ഓഫ് ദ ലീഗ്, അത് ഫിസിക്കാലിറ്റി ഓഫ് ദ ലീഗ്, അതൊക്കെ കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടായിരുന്നു ഈ പ്ലെയേഴ്സിന്. കാരണം അതുമായിട്ട് അഡ്ജസ്റ്റ് ആയിട്ട് വരാനായിട്ട്. പക്ഷേ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് ടീം ഈ പ്രാവശ്യം ഫോക്കസ് ചെയ്തത് കൂടുതലും പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. അത് തന്നെയാണ് നമ്മളിവിടെ കാണുകയും ചെയ്തത്. എംബൂമോ സൂപ്പർ, ആൻഡ് മത്തിയസ് കുന്യയുടെ ഒരു ഗെയിം, ഇന്നത്തെ ഗെയിം എന്ന് പറഞ്ഞാൽ അത് സൈലൻ്റായിട്ട് പോകുന്നു, പക്ഷെ ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഗെയിമായിരുന്നു മത്തിയസ് കുന്യ. ഈ ഓൾസോ ഡിഡ് എ വെരി ഗുഡ് ഗെയിം. സോ ദ ഗോൾസ് വിൽ കം. കുന്യയ്ക്ക് ഇപ്പോഴും ഇതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഗോൾ അടിച്ചിട്ടില്ല എന്നുള്ളൊരു ഇതുണ്ട്. ബട്ട് ഫോർ ഷുവർ ഗോൾസ് വിൽ കം. ബട്ട് ഹീ ഈസ് ഡൂയിങ് എ വെരി ഗുഡ് ജോബ്. ആ ലാസ്റ്റത്തെ കുറേ മിനിറ്റ്സിൽ അത് മത്തിയസ് കുന്യ ബോൾ കവർ ചെയ്യുന്നതും ഫൗള് വിൻ ചെയ്യുന്നതും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് ഗെയിമിന് ഭയങ്കര രീതിയിലുള്ളൊരു ഇമ്പോർട്ടൻസ് തന്നു. കാരണം ഗോൾ അടിക്കുക, അസിസ്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് പലപ്പോഴും വലിയ കാര്യങ്ങളായിട്ട് നമ്മൾ എടുത്തറിയിക്കുന്നത്. പക്ഷേ ഇതേപോലത്തുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ടീമിന് എന്തുമാത്രം ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഇന്നലെ കുനിയയുടെ ഗെയിമോടുകൂടി കാണുകയും ചെയ്തു. സോ വെരി ഗുഡ് ടീം എഫേർട്ട്. ഡിഫൻസിൻ്റെ അകത്ത് ഉറപ്പായിട്ടും ഡിലിറ്റും മെഗ്വയർ ഫോർ ഷുവർ. കുറേ നാൾക്ക് ശേഷം ലൂക്ക് ഷോയുടെ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഗെയിം നമ്മൾ ഇന്നലെ കാണുകയും ചെയ്തു. ഓക്കെ, പിന്നെ ലെനി യൂറോ വന്നതിന് ശേഷം ലെനി യൂറോ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഡിഫെൻഡ് ചെയ്തു. ഓവറോൾ റിയലി ബ്രില്യൻറ്റ് പെർഫോമൻസ്. അങ്ങനെ അമറും തൻ്റെ ചരിത്രത്തിൽ ആദ്യമായി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചരിത്രത്തിൽ ആദ്യമായിട്ട് 2 wins in a row അത് നേടിയെടുത്തിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് ടു അറ്റ് ആൻഫീൽഡ്. വാട്ട് ബെറ്റർ സ്റ്റേജ്, നോ അതർ ബെറ്റർ സ്റ്റേജ് he could have done that. സോ നമ്മളത് നേടിയെടുത്തിരിക്കുകയാണ്. സോ റൈറ്റ് നൗ ഇതാണ് നമ്മുടെ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഊർജം, ദ ഫ്യൂവൽ. ദാറ്റ്സ് വാട്ട് ലൈക്ക് നമുക്ക് എല്ലാവർക്കും തോന്നിയത് ഇന്നലത്തെ ഗെയിം കഴിഞ്ഞിട്ട് പല ആൾക്കാർക്കും തോന്നിയെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇന്നാണ് നമ്മുടെ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു വിജയത്തോടു കൂടി നമ്മൾ ഇത്ര നാൾ നമുക്ക് കിട്ടാതിരുന്നുള്ള ഇഷ്യൂ ആയിരുന്നു, അത് അമറിന് കിട്ടാതിരുന്നെന്ന് പറഞ്ഞാൽ സെക്കൻഡ് വിജയം, അടുപ്പിച്ചുള്ള സെക്കൻഡ് വിജയം അത് നേടിയെടുത്തു ആൻഫീൽഡിൽ. നൗ ആ സീസൺ സ്റ്റാർട്ട്സ്. ഇനി വരുന്നത് ബ്രൈറ്റനും ടോട്ടൻഹാം ഉണ്ട്. പിന്നെ അതിനുശേഷം ഐ എം നോട്ട് ക്വൈറ്റ് ഷുവർ. അപ്പം ഈ ഒരു മത്സരങ്ങൾ ഇനി ബാക്കി ഇങ്ങനെ അടുപ്പിച്ച് കിടപ്പുണ്ട്. സോ വി നീഡ് ടു സ്റ്റാർട്ട് വിന്നിങ് ഗെയിംസ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ 9th പൊസിഷനിലോട്ട് കയറിയിട്ടുണ്ട്. വെരി ഗുഡ്. ആൻഡ് സെക്കൻഡ് പൊസിഷൻ തമ്മിൽ ആകെ 3 പോയിൻ്റ് വ്യത്യാസമാണ്. സിറ്റിക്ക് 16 ഉണ്ട്, നമുക്ക് 13. സോ ജസ്റ്റ് 3 പോയിൻ്റ് ഡിഫറൻസ്. സോ ഹ്യൂജ് ഇമ്പാക്ട് ദിസ് ഗെയിം. ഈ കളി ജയിച്ചതോടുകൂടി നമുക്ക് ഹ്യൂജ് ഇമ്പാക്റ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഉറപ്പായിട്ടും അടുപ്പിച്ചൊരു സ്ട്രിങ് ഓഫ് ഗെയിംസ് നമുക്ക് ജയിക്കാൻ പറ്റുവാണെങ്കിൽ, ഒരു 3-4 കളി അടുപ്പിച്ച് ജയിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും ടോപ്പ് 4 എത്താനായിട്ടുള്ള സാധ്യത വളരെ നല്ല രീതിയിൽ കാണുന്നുണ്ട്. സോ വെരി ഹാപ്പി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ. പിന്നെ എന്താ പറയുക, നമ്മുടെ ഫാൻസ് മൊത്തം, ഞാൻ എന്നുള്ളതല്ല, എനിക്ക് ഉറപ്പാണ് നമ്മുടെ ഫാൻ ബേസ് മൊത്തം ഇളകി മറിഞ്ഞിരിക്കുകയാണ് ഈ ഒരു വിജയത്തോടു കൂടി. ആൻഡ് ദാറ്റ് ടു ആൻഫീൽഡിൽ ചെന്നിട്ട് ലിവർപൂളിന് അവരുടെ തുടർച്ചയായ 4ാമത്തെ തോൽവി നൽകിയിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തിരിച്ചു വരുന്നത്. സോ വെരി ഗുഡ് ഗെയിം ആൻഡ് ഹാപ്പി, വെരി വെരി ഹാപ്പി ടു സീ ദറ്റ് ഗെയിം, വിറ്റ്നസ് ഇറ്റ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് പറ. ലൈക്ക് നിങ്ങൾ ഗെയിം കണ്ടിട്ടുള്ള നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റും മറ്റേ എന്താ പറയുക, അവർ തിരിച്ച് ഗോൾ അടിച്ചപ്പോൾ ഉള്ള നിങ്ങളുടെ ടെൻഷൻസ്, അതിനെക്കുറിച്ചിട്ടൊക്കെ കമൻസിൽ എഴുതി അറിയിക്കുക. സോ ലൈക്ക് ലെറ്റ്സ് ഹാവ് എ ഡിസ്കഷൻ ഹിയർ. So yeah, thank you so much for watching. We'll move on to the next video, next game. Yeah, thank you.